നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICC സമ്മേളനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടത്തിയപ്പോൾ തന്നെ BJPക്ക് വലിയ രീതിയിൽ കല്ലുകടി ഉണ്ടായിരുന്നു. അവർക്കറിയാം, അവരുടെ കോട്ടയിൽ വന്ന് കോൺഗ്രസ് ഇത്രയും ശക്തമായി ഒരു ദേശീയ സമ്മേളനം നടത്തുക ചെറിയൊരു കാര്യമല്ല. വർഷങ്ങളായി BJPയുടെ ആധിപത്യം അത് എല്ലാ തരത്തിലും വർഗീയവാദത്തിൽ ഊന്നിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ഇത്രയും വലിയ രീതിയിൽ ഒരു സമ്മേളനം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ്. അവരുടെ തട്ടകത്തിൽ കയറി തന്നെ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ജിഗ്നേഷ് മെവാനി പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണ്. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ അവരുടെ മടയിൽ കയറേണ്ടത് ഉത്തരവാദിത്വത്തോടെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. രാജ്യത്തെ ഇന്ത്യ മുന്നണിയെ തകർക്കാനും തച്ചുടയ്ക്കാനും BJP നാളുകളേറെയായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് എന്തുമാത്രമാണെന്ന് ഒട്ടും മനോവീര്യം ചോരാതെ അവിടെ BJPക്ക് എതിരായി പോൾ ചെയ്ത വോട്ടുകളിൽ വ്യക്തമാണ്. 233 വോട്ടുകൾ. BJPയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടെ ജയിച്ച 79ഓളം MP എന്നതും ഓർക്കണം. ഈ 79 MP അയോഗ്യരാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ NDAയുടെ തിളപ്പ്. NDAയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷമൊന്നും ലഭിക്കുമായിരുന്നില്ല. വോട്ടിങ്ങിൽ വലിയ തിരിമറിയാണ് സംഭവിച്ചത്. ജ്ഞാനേഷ് കുമാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യപ്പെടില്ല. സ്വാഭാവികമായും രാജീവ് കുമാറിൻ്റെ പാത മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മോദിയുടെ പാദസേവകരായി ഇലക്ഷൻ കമ്മീഷൻ തുടരുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് അതിനൊരു വിശ്വാസ്യതയും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയെക്കുറിച്ചുള്ള സാധ്യതകൾ പഠിക്കണമെന്ന് പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള രാജ്ദീപ് സർദേശായി പറഞ്ഞൊരു വാക്കുണ്ട്. ഗുജറാത്ത് കലാപത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ രാജ്യം മുഴുവൻ വർഗീയ ഫാസിസം കൊണ്ടു നടത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് രാജീവ് സർദേശായി വ്യക്തമാക്കിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധനെന്നും അദ്ദേഹം രാജ്യവിരുദ്ധനാണ് എന്നും പറയാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധിയെപ്പോലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് പറഞ്ഞ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിയുടെ മറ്റ് കിങ്കരന്മാർക്കും ഇതിനപ്പുറവും പറയാൻ കഴിയുമല്ലോ, സ്വാഭാവികമാണ്. എന്നാൽ രാജ്ദീപ് സർദേശായി അടുത്ത വെടി കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ശക്തമായി വേണമെങ്കിൽ അട്ടിമറിച്ച് അധികാരത്തിൽ വരാവുന്ന സാഹചര്യമേ ഉള്ളൂ. ഗുജറാത്തിൽ നടന്ന സമ്മേളനം അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഏതാനും ചില സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കൂടി കഴിയുമ്പോൾ NDA മുന്നണി സഖ്യം തന്നെ തകിടം മറിയും. NDA മുന്നണി സഖ്യത്തിലെ പ്രമുഖർ പാർട്ടി വിടും. അത്തരത്തിൽ ഒരു റേഞ്ചിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.